മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സാൽവീനിയ ചെടികളെല്ലാം നല്ല സെറ്റായിട്ട് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടിച്ചട്ടികളിൽ മാത്രമല്ല നമ്മുടെ ഔട്ട്ഡോർ ടാങ്കുകളിലെല്ലാം നിറഞ്ഞ് ഫില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചെടിച്ചട്ടിയിൽ കിടക്കുന്ന ചെടികളുടെ അപ്ഡേറ്റ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സൺലൈറ്റിലൊക്കെ കൊണ്ടുവച്ചിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ ഇലകളൊക്കെ ബ്രൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ നല്ല രീതിയിൽ പച്ച കളറിലായിട്ട് വരുന്നുണ്ട്. ഈ ചെടിക്ക് നമ്മൾ ഓവറായിട്ട് ലൈറ്റ് കിട്ടിയാലും പ്രശ്നമാണ്. അതായത് നമ്മളിപ്പോൾ ടെറസിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവയ്ക്കുകയാണ്, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹീറ്റായിരിക്കും വരുന്നത്. ഉച്ച സമയത്തൊക്കെ നല്ല ഹീറ്റായിരിക്കും. ഈ ചെടിച്ചട്ടിയും വെള്ളം എല്ലാം ചൂടാവും. ആ ഒരു രീതിയിലൊക്കെ വെള്ളം ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കരിയാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒരു ഇഷ്യൂ സംഭവിച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മൾ പഴയ ലൊക്കേഷനായിട്ടുള്ള ഈ ഒരു ലൊക്കേഷനിൽ, അതായത് ടെറസിൻ്റെ നേരെ താഴെ കൊണ്ടുവന്ന് വെച്ചത്. അതിനുശേഷം നല്ല രീതിയിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ വെക്കാൻ തുടങ്ങി. നേരത്തെ കാണിച്ച ചെടിച്ചട്ടികളിലും ഈ കാണുന്ന ചെടിച്ചട്ടികളിലെല്ലാം നല്ല രീതിയിൽ ഇപ്പോൾ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, കണ്ടില്ലേ, ബ്രൗൺ കളറും കാര്യങ്ങളൊക്കെ. അതൊക്കെ മാറി ഇപ്പോൾ പുതിയ ഇലകൾ വന്ന് വീണ്ടും പഴയ പോലെ സെറ്റായിട്ട് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് എല്ലാ ചെടിച്ചട്ടികളിലും ഞാൻ വാട്ടർ ചേഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചെടി ഫുള്ളായിട്ട് കവർ ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ആൽഗെ വരില്ല. അതേസമയം ഇതുപോലെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ബ്രൗൺ കളറിലുള്ളതെല്ലാം കളഞ്ഞപ്പോൾ ഇതിനകത്ത് ഗ്യാപ്പ് വന്നു. അങ്ങനെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വന്ന ഭാഗത്ത് ആൽഗെ ഫോം ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുക്കുന്നത്. ആൽഗെ അങ്ങനെ വല്ലാതെ വന്നു കഴിഞ്ഞാൽ ഈ ചെടി നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ ചേഞ്ച് കൊടുത്തത്. പിന്നെ ഈ കാണുന്ന ചെറിയ ടാങ്ക് കണ്ടില്ലേ, കുറേ നാൾ മുമ്പ് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഇതിനകത്ത് ഫുള്ളായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിനകത്ത് ആപ്പിൾ സ്നെയിലുകൾ കിടക്കുന്നുണ്ട്. പിന്നെ ഈ ചെടികളുണ്ട്. അതിനകത്ത് ഫുള്ളായിട്ട് പച്ച കളർ കാണാം. അതായത് ഈ ചെടി ഫുള്ളായിട്ട് നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കുറച്ച് നാൾ മുമ്പ്, അതായത് മഴയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചെടി തീരെ വളരുന്നില്ല, നമുക്കാണെന്നുണ്ടെങ്കിൽ ക്രേഫിഷുകളുടെ ക്രേറ്റുകളിൽ ഇടാനും അതുപോലെ ജയൻറ്റ് ഗൗരാമികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ കുറേ വേണമായിരുന്നു. ജയൻറ്റ് ഗൗരാമികൾക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയാണ് ഫീഡ് ചെയ്യുന്നത്. അവർക്കിപ്പോൾ അത് കൊടുത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല. അവർക്ക് കൊടുക്കാനായിട്ട് വേറെ ഫുഡുകളുണ്ട്. ഇപ്പോൾ പെല്ലറ്റ് ഫുഡ് അല്ലെങ്കിൽ നോൺ വെജ് ഫുഡുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതേസമയം ക്രേഫിഷുകൾ കാണുക എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പെല്ലറ്റ് ഫുഡ് മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് ഇതുപോലുള്ള ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പെല്ലറ്റ് ഫുഡ് പോലുള്ള ഫുഡുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് മോശമാകും, പ്രത്യേകിച്ച് ക്രേഫിഷുകളുടെ ക്രേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ. അതേസമയം ചെടികളാണ് നമ്മൾ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് മോശമാവാറില്ല. മാത്രമല്ല ഞാൻ പറഞ്ഞു, ഈ ഒരു ഫ്ലോട്ടിംഗ് ചെടി എന്ന് പറയുന്നത് ഈ ക്രേഫിഷുകൾക്കൊക്കെ നല്ലൊരു മറയാണ്, അവർ ഷെല്ല് പൊഴിക്കുന്ന സമയത്തൊക്കെ. പിന്നെ ഈ കാണുന്ന ടാങ്ക് കണ്ടില്ലേ, നിങ്ങൾക്ക് അറിയായിരിക്കും, പണ്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ്. ഈ റെക്റ്റാങ്കുലർ ടാങ്ക്, ഇത് വലിയ ടാങ്കാണ്. ഇത് ഫുള്ളായിട്ടും ചെടികൾ നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും മുകളിൽ നിന്ന്. അത്യാവശ്യം ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഈ ഒരു ചെടി, ഈ സാൽവീനിയ ചെടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനായിട്ട് തികയുന്നത്. അതായത് ജയൻറ്റ് ഗൗരാമികൾക്കും അതുപോലെ തന്നെ ക്രേഫിഷുകൾക്ക് ഓരോ വാട്ടർ ചേഞ്ചിനും അവർ കഴിച്ച് വേസ്റ്റാക്കിയ ഇലകൾ മാറ്റിയിട്ട് പുതിയ ഈ ഒരു ചെടി നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. ചെടികളിൽ ഈ ഒരു ചെടി മാത്രമാണ്, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഈ ഒരു ചെടി മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ അസോളയും വാട്ടർ ക്യാബേജിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇതുപോലെ എല്ലാ സിറ്റുവേഷനിലും നിലനിൽക്കുന്ന ചെടികളല്ല. എന്നാൽ ഈ ചെടി നല്ല രീതിയിൽ എല്ലാ സീസണിലും പിടിച്ചു നിൽക്കുന്ന ഒരു ചെടിയും കൂടിയാണ്. അപ്പോൾ ഇത് മാത്രമേ നമ്മളിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മുടെ ജാവ ഫോൺ, അനൂബിയസ് ഒക്കെയാണ്. അത് ജസ്റ്റ് ഡെക്കറേറ്റീവ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്.